സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കാട്ടൂരാൻ ത്യാഗരാജൻ്റെ കയ്യിൽ നിന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് ഓഫീസിലേക്ക് വന്നിരിക്കുന്നു. അതേസമയം കാട്ടൂരാനെ കാണാനായിട്ട് നമ്മുടെ പ്രഭാവതി അവിടെ വന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. കാട്ടൂരാൻ പ്രഭാവതിയോട് പറയുന്നുണ്ട്, മേഡം എനിക്ക് അങ്ങോട്ടൊരു കാര്യം പറയാനുണ്ട്. ഈ ചന്ദ്രമതി മേഡം ഇല്ലേ, നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്മുടെ വഴിക്ക് വരുമെന്ന് തോന്നുന്നില്ല. കാരണം ഞാനൊരു കാര്യം അറിഞ്ഞിട്ടുണ്ട്. ഈ ത്യാഗരാജൻ്റെ പേരിലേക്ക് ചന്ദ്രമതി മേഡത്തിൻ്റെയും ബാലു സാറിൻ്റെയും പേരിലുള്ള എല്ലാ സ്വത്തുക്കളും എഴുതി മാറി രജിസ്റ്റർ ചെയ്തെന്ന്. അത് കേട്ടതും പ്രഭാവതിക്ക് ഇത്രയും നാൾ ഉണ്ടായിരുന്ന ആ സന്തോഷം എല്ലാം അസ്തമിച്ച് ഭൂമി പിളർന്നു പോയിരുന്നെങ്കിൽ ആലോചിച്ചിരിക്കുന്ന അതേ സമയത്ത് കാട്ടൂരാൻ പറയുന്നുണ്ട്, ഇതിൻ്റെ പിന്നിൽ ഏതോ ഒരു താപ്പാനയുണ്ട്. കാരണം അവർ സ്വന്തമായി ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ പിന്നിൽ ആരോ കളിക്കുന്നുണ്ട്. ത്യാഗരാജൻ്റെ സ്വഭാവം പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അവനെല്ലാം ഒറ്റയ്ക്ക് മുക്കുന്ന സ്വഭാവമാണ്. ചന്ദ്രമതിയുടെ ഇത്രയും സ്വത്തുക്കൾ കണ്ടിട്ടാവാം മിക്കവാറും ഇത്രയും നാൾ അവരെ സുഖിപ്പിച്ച് കൂടെ നിന്നതുപോലും. സ്വത്തുക്കളെല്ലാം ത്യാഗരാജൻ്റെ പേരിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ 100% ഉറപ്പാണ് ചതിയുണ്ട്. കാരണം ഈ പറയുന്ന ചന്ദ്രമതി ഇപ്പോഴും മിസ്സിംഗ് ആണ്. അവരവരുടെ വീട്ടിലുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അവർ വേറെങ്ങും പോയിട്ടില്ല. ത്യാഗരാജൻ തൻ്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് മിക്കവാറും അവരെ ബന്ധിച്ചു വെച്ചേക്കുമായിരിക്കും. അവനറിയാം, പുറത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ ഉറപ്പായും ചന്ദ്രമതി നിങ്ങൾക്ക് തരാനുള്ള സ്വത്തുക്കളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ കൊണ്ടു തരുമെന്ന്. ഇതിൻ്റെ പിന്നിൽ മറ്റെന്തോ അജണ്ട നടക്കുന്നുണ്ട്. ഈ ത്യാഗരാജൻ്റെ പിന്നിലും മറ്റാരോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്നേരം പ്രഭാവതി പറയുന്നു, ത്യാഗരാജനെ മുമ്പ് ഞങ്ങൾ ശരിക്കും പഞ്ഞിക്കിട്ടതാണ്. അവനാണ് പ്രശ്നക്കാരനെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവനെ ഞാൻ ഒതുക്കിയേനെ. ഈ സ്വത്തുക്കളെല്ലാം ത്യാഗരാജൻ്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നോർമലി മറ്റാർക്കും സംശയം തോന്നില്ല. കാരണം ചന്ദ്രമതിയുടെ സ്വന്തം അനുജനാണ് ഈ പറയുന്ന ത്യാഗരാജൻ. പിന്നെ പ്രത്യേകിച്ചും ചന്ദ്രമതിക്കിപ്പോൾ ഒരു കുഞ്ഞില്ലല്ലോ. അതിൻ്റെ പേരിൽ സ്വത്തുക്കളെല്ലാം പോകുന്നത് ത്യാഗരാജനായിരിക്കും. ഈ പറയുന്ന തനുജ പോലും ബാലുവിൻ്റെ മകളാണെന്ന് ആർക്കും അറിയില്ല. ഇപ്പോഴും ആളുകൾ വിശ്വസിച്ചിരിക്കുന്ന സിദ്ധാർത്ഥൻ്റെ മകളാണെന്നാണ്. അത് കേട്ട് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, ഇതിപ്പോൾ എന്ത് ചെയ്യും? സ്വത്തിൻ്റെ കാര്യം രണ്ടാമതിരിക്കട്ടെ, ഞാൻ ആദ്യം സിദ്ധുവിനെ എങ്ങനെ പുറത്തിറക്കുമെന്നാണ് ആലോചിക്കുന്നതെന്ന് പറയുന്നു. ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആ ചന്ദ്രമതി പുറത്തിറങ്ങണം. ചന്ദ്രമതി പുറത്തു വന്ന് സത്യങ്ങളെല്ലാം ബോധിപ്പിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കാട്ടൂരാൻ പറയുന്നു. അല്ലെങ്കിൽ പിന്നെ ആ മേരി തോമസ് വഴി തനൂജ ബാലുവിൻ്റെ മോളാണെന്ന് തെളിയിക്കാം. പിന്നെ ബലരാമൻ ആത്മഹത്യ ചെയ്തതാണെന്ന് അതേ തുടർന്ന് തെളിയിക്കാം. അല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. അരുന്ധതി ദേവികയ്ക്കും നന്ദനും ജോലി കൊടുത്തത് മനസ്സിൽ മറ്റെന്തോ ദുരുദ്ദേശം വെച്ചിട്ടാണ്. ദേവികയോട് പറയുന്നുണ്ട്, ദൈവമുണ്ടെങ്കിൽ ഉറപ്പായും പിശാചുണ്ടെന്ന്. ദേവികയ്ക്ക് ശരിക്കും ഇവർ ധ്വനിച്ചു പറയുന്നതിൻ്റെ അർത്ഥമൊന്നും അങ്ങനെ മനസ്സിലാവുന്നില്ല. അവൾ വിചാരിച്ചിരിക്കുന്ന ഈ പറയുന്ന സ്ത്രീ വളരെ പാവപ്പെട്ട ഒരു സ്ത്രീയാണെന്ന. പക്ഷേ ആ ഒരു വിചാരം തെറ്റാണെന്ന് മനസ്സിലാകുന്ന ഒരു സന്ദർഭം ഓഫീസിൽ തന്നെ ഉണ്ടാകുന്നു. മിക്കവാറും ദേവിക ഫോൺ അറ്റൻഡ് ചെയ്യുന്നതിന് ചൂടാവുമായിരിക്കും. അത് എപ്പിസോഡിലേ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കൂ. എന്തായാലും ദേവികയോട് അവർ വല്ലാണ്ട് ചൂടാവുന്നുണ്ട്. അരുന്ധതി പറയുന്നുണ്ട്, ദൈവം ജോലി തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് ആ ജോലി തിരിച്ചെടുക്കാനും സാധിക്കുമെന്നൊക്കെ പറയുന്നു. അത് കേട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ദേവികയെ കാണിക്കുന്നു. അതേസമയം ത്യാഗരാജൻ ചന്ദ്രമതിക്ക് ഓരോ റൂളും ചട്ടമൊക്കെ കൊണ്ടുവന്ന് ഒരുപാടിട്ട് കഷ്ടപ്പെടുത്തുന്നു. ചന്ദ്രമതിയുടെ മുഖത്തെ സന്തോഷമെല്ലാം അസ്തമിച്ചിരിക്കുന്നു. ശാരീരികവും മാനസികവുമായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഇപ്പം ചന്ദ്രമതി. ഇതിനെല്ലാം കാരണക്കാരൻ ആ ത്യാഗരാജനാണ്. ത്യാഗരാജനെ ഒതുക്കിയാൽ മാത്രമേ എന്തെങ്കിലും കാര്യം ഇനി നടക്കൂ. മിക്കവാറും പ്രഭാവതി ഇറങ്ങി ത്യാഗരാജനെ വീണ്ടും ഒതുക്കുമെന്നാണ് തോന്നുന്നത്. അരുന്ധതിയെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും മിക്കവാറും ദേവികയെ തന്നെയായിരിക്കും കണ്ടുപിടിക്കുന്നത്. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.